ദേവി, ഈ റമ്മിന് ഞങ്ങളുടെ നാട്ടിൽ, അതായത് തിരുവല്ലാമലയിലെ ഭസ്മം എന്നൊരു പേരുണ്ട്. വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് ഭക്തിയോടെ ഭസ്മം തൊടാനിരിക്കാന്നാ പറയാ. പണ്ട് കാരണവന്മാരൊരു ഭാഷയാ. മക്കളും മരുമക്കളും അറിയാതെ മോന്താനുള്ള അടവേ. ഒരെണ്ണം കൂടി ഒഴിക്കട്ടെ. പിന്നെ അല്ല, മേനോൻ സാർ ഈയിടെ ശുക്രിയ പറിച്ചത് നിർത്തിയോ? പിള്ളേരതിന്റെ അർത്ഥം മാറ്റി കളഞ്ഞില്ലേ. ഇപ്പൊ അറിയാതെ അബദ്ധത്തിലെങ്ങാനും പറയാൻ വാ തുറന്നാ അപ്പ വിഴുങ്ങി കളയും. അല്ല, നമ്മുടെ ആളെവിടെ രുക്കു? കാണാറേ ഇല്ലല്ലോ. നാട്ടിൽ പോയി, വന്നിട്ടില്ല. ചിന്നയുടെ അമ്മ പാമ്പ് കടിച്ച് ചത്തുന്നറിഞ്ഞ് ചാടിത്തുള്ളി പോയതാ. ഒടുവിലെ വഴിപാട് നേർന്നതിന് ബലം ഉണ്ടായി അല്ലേ? ഇതെന്നെ പറ്റി ഈ പിള്ളേർക്ക്? കൊറേ നേരമായല്ലോ നഞ്ചു തിന്ന താറാവിനെ പോലെ. എന്നതടി സോന? അല്ലേലും ഇവരുടെ കോമഡി കൊണ്ട് ഇവിടെ ചെവിതല കേൾക്കല്ല. എന്നതാടാ എബി? ഒന്നുമില്ല ജോബച്ചായ. പിന്നെ എന്നാത്തിനാ ഇങ്ങനെ മാറിയിരിക്കുന്നേ? എന്നതാടി മാളെ, സണ്ണിച്ചായനോട് പറ. നിന്റെ മുഖം എന്താടി വല്ലായിരിക്കുന്നേ? ഒന്നുമില്ല. പിന്നെ നിന്റെ ലവ് ഫെയിലർ ആയ മാളെ? അതൊന്നുമല്ല. എന്നതായാലും നീ സണ്ണിച്ചായനോട് പറ. ഇവൻ എന്നോട് മിണ്ടിയിട്ട് 2 ദിവസമായി സണ്ണിച്ചായ. അതെന്നതാടാ, നിന്റെ സംസാരശേഷി പോയോ? ഒന്നും മിണ്ടായിരിക്കും അപ്പ. ഓ, അപ്പൊ നീ മിണ്ടും. പിന്നെന്താടാ നീ എന്റെ മോളോട് മാത്രം മിണ്ടാത്തേ? അവളെ എന്നോട് പിണങ്ങി നടക്കുന്നത്. അത് ഇന്ന് വൈകിട്ട്. അതിന്റെ കാരണമുണ്ട്. അതിന് മുൻപോ എന്നെ കൂട്ടാതെ കോളേജിൽ പോവാ, എന്നിട്ട് ഞാൻ അന്വേഷിക്കുന്നിടത്തുനിന്നൊക്കെ മാറി നടക്കുക. ഞാൻ എന്ത് ചെയ്തിട്ടാ? നീ തന്നെയല്ലേ ഊന്നിത്തള്ളി പ്രകാശിനോട് സിനിമയ്ക്ക് വിട്ടത്? അവള് ചോദിച്ചതിന് ഉത്തരം പറയടാ. അത് പപ്പ പ്രകാശിന് ഇഷ്ടമല്ലെങ്കിലും ഒന്ന് കരുതിയിട്ടാ. പ്രകാശ് ഇഷ്ടമില്ലെങ്കിൽ നീ എന്നോട് മിണ്ടൂലേ? എന്നോട് മിണ്ടൂലേ? എന്നിട്ട് അവൻ എന്നോട് റിവെഞ്ച് എടുക്കാൻ നടക്കുക. എന്നെ മൈൻഡ് ചെയ്ത് വർഷയുടെ കൂടെ കാറി കയറി പോവാ, ഐസ്ക്രീം പാർലറിൽ ഒരുമിച്ചിരുന്ന് ഐസ്ക്രീം കഴിക്കുക. അതേതാ പുതിയൊരു കഥാപാത്രം ഇതിനിടയിൽ? വർഷ ഇവന്റെ ഒരു ആരാധിക. പ്രേമം തലയ്ക്ക് പിടിച്ച് പുറകെ നടക്കുക. കണ്ടോ കണ്ടോ, എല്ലാം ഇവള് എന്നെ ഉണ്ടാക്കി വെച്ചിട്ട് നിനക്ക് എന്താ വർഷ പ്രേമിച്ചാലെന്ന് പറഞ്ഞ് എന്നെ ഇളക്കിയതാരാ? ഇനിയിപ്പോ ഞാൻ പ്രേമിക്കാൻ പോവാ. പ്രേമിച്ചോ? പ്രേമിക്കേണ്ടത് ആരാ പറഞ്ഞത്? നിർത്ത മതി. കാര്യമൊക്കെ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി. അവൻ ഇവളെ പ്രേമിക്കുക, ഇവൻ അവളെ പ്രേമിക്കുക. ചേടാ, ഇത്രയും കാലം എന്റെ മാന്യന്മാരുടെ ഇടയില്ലാത്ത ഒരു സബ്ജക്റ്റ് ആയിരുന്നല്ലോ ഈ പ്രേമം. നിങ്ങൾക്ക് ഇത് എന്ത് പറ്റി? എല്ലാത്തിനും കാരണം ഈ മേനോൻ സാറാ. ശുക്രിയ. നോക്ക്, ഇനി എന്റെ മക്കൾ കരവിച്ചാൽ ഈ പപ്പയ്ക്ക് സങ്കടാവും, ആ പപ്പയ്ക്ക് സങ്കടാവും. ഇനി എന്റെ മക്കൾ പിണങ്ങിയാൽ ഈ മമ്മിയും കരയും, ആ മമ്മിയും കരയും. അതുകൊണ്ട് എന്റെ മക്കളെ കൈ കൊടുക്കട. നിങ്ങളെപ്പോലെ ഈ ലോകത്ത് നിങ്ങളെ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പിണങ്ങരുത് ഒരിക്കലും. മനസ്സിലായോ? എനിക്കെന്താടാ ജോബെ കരച്ചിൽ വരുന്നേ? ഞാൻ ഫിറ്റാന്ന്. എടുക്കടോ. രണ്ടു മണിയായിട്ടും കാണുന്നില്ലല്ലോ ആളെ. ഫുഡ് ഓർഡർ ചെയ്താലോ? മോക്ക് വിശക്കുന്നില്ലേ? സാരല്ല ഡാഡി, കുറച്ചു നേരം കൂടി നോക്കാം. ഹലോ, ഹായ് വർഷ. ആ, എബിയുടെ വീട്ടിൽ ആരും ഫോൺ എടുക്കുന്നില്ലല്ലോ. അവിടെയുണ്ടോ എബി? ഇല്ല, അവൻ അങ്ങോട്ട് പോന്നല്ലോ. ഞാനല്ലേ പറഞ്ഞേച്ചേ? വന്നില്ല. ഡാഡി ലഞ്ച് കഴിക്കാതെ കാത്തിരിക്കുക. എത്തേണ്ട സമയമൊക്കെ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ ഡാഡിയുടെ ഫ്ലൈറ്റിന്റെ സമയമായി. സാരല്ല, ഡാഡിക്ക് എബിയോട് പരിഭവമില്ലെന്ന് പറഞ്ഞേക്ക്. എനിക്കും. ശരി. ഏയ്, എന്താ ഇത്? അയാൾ വേറെ എന്തെങ്കിലും തിരക്കായിട്ട് പോയതായിരിക്കും. എന്നാലും ഒന്ന് ഫോൺ ചെയ്തൂടെ? Take it easy, my dear. We will meet him next time. Okay? എങ്ങനുണ്ട് ഫ്യൂച്ചർ ഫാദർ ഇൻ ലോ? ഓ, ജാട, ഭയങ്കര ജാട. അതെന്താ? അങ്ങനെയുള്ള ചില ചീപ്പ് വർത്തമാനങ്ങൾ. ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച ആളാണ്. ആനയാണ്, ചേനയാണ്, ചക്കയാണ്, മാങ്ങയാണ്. ബോറടിച്ചു. ഊണ് കഴിച്ചോ? പിന്നെ ഐസ്ക്രീമും കഴിച്ചു. ഒന്ന് തന്നെ. അങ്ങേര് എന്ത് പറഞ്ഞെന്നാ? ചുമ്മാ ഓരോ ലൊട്ടിലൊടുക്ക് കാര്യങ്ങൾ. നീ എന്നോട് കള്ളവും പറഞ്ഞു തുടങ്ങി അല്ലേ? വർഷ വിളിച്ചിരുന്നു. അത് സോന, പോകുന്ന വഴി ടയർ പഞ്ചറായി. പിന്നെ നോക്കുമ്പോ സമയവും വൈകി. വേണ്ട, ഒരു കള്ളം മറയ്ക്കാൻ പിന്നെയും കള്ളം പറയണ്ട.
എന്താണ് നിനക്ക് പറ്റിയത്? എന്താണ് നമുക്കിടയിൽ സംഭവിച്ചത്? പറ. നമ്മൾ എന്തെങ്കിലും ഇതുവരെ പരസ്പരം പറയാതിരുന്നിട്ടുണ്ടോ? ഒന്നുമില്ല, എനിക്ക് പോകാൻ തോന്നില്ല, അത്ര തന്നെ. വർഷ വല്ലാണ്ട് അപ്സെറ്റ് ആയ വിളിച്ചത്. കരയാൻ തുടങ്ങി പാവം. നീ എന്ന് മുതൽ ആളുകളോട് ക്രൂരത കാട്ടാൻ പഠിച്ചത്? സോറിടാ, ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല. എനിക്ക് സാധിക്കുന്നില്ല ആ കുട്ടി അങ്ങനെ കാണാൻ. എന്റെ മനസ്സങ്ങോട്ട് എത്തുന്നില്ല. ഇനി നീ കാര്യം എന്നോട് പറയരുത്. ആ കുട്ടിയും അതൊന്ന് ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കും. എനിക്ക് മനസ്സിലായി അബി. ഞാൻ നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു. സാരല്ല, ഡാഡിയോട് പറഞ്ഞോളാം ഞാൻ നുണ പറഞ്ഞതാണെന്ന്. ഡാഡിക്ക് തമാശയായിരിക്കും. പൊട്ടിച്ചിരിച്ചിട്ട് മരമണ്ടിന്ന് പറഞ്ഞ് തലയ്ക്കൊരു കിഴുക്ക് തരും. എനിക്ക് വിഷമമൊന്നുമില്ല ബി. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട്. എല്ലാം ഉള്ളിലൊതുക്കി എബി എന്തിനാ വെറുതെ? എന്തുള്ളിലൊതുക്കി? ഒന്നുമില്ല. ഒന്നുമില്ലേ? വർഷയ്ക്ക് തോന്നുന്ന അല്ല, എനിക്കറിയാം എബി. ആദ്യം മുതലേ അറിയാം. ഫ്രണ്ട്ഷിപ്പിനപ്പുറത്ത് എബിക്ക് സോനയോട് തോന്നുന്ന ഇഷ്ടം, അതിന്റെ അർത്ഥം ഒക്കെ അറിയാം. ഇപ്പൊ വൈകിപ്പോയില്ലേ? കയ്യിലിരുന്നത് വെറുതെ വലിച്ചെറിഞ്ഞ് കളഞ്ഞതല്ലേ? ഒരു വാക്ക് അവളോട് പറഞ്ഞുകൂടായിരുന്നോ? അവൾക്ക് തിരിച്ച് എബിയെ സ്നേഹിക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമോ? ഒക്കെ സ്വയം വേണ്ടെന്ന് വെച്ചതല്ലേ? അതെ, സ്വയം വേണ്ടാന്ന് വെച്ചതാ. അറിഞ്ഞുകൊണ്ട് തന്നെ. ഇതുവരെ പരസ്പരം ഒന്നും പറയാതിരുന്നിട്ടില്ല, പരസ്പരം ഒന്നും മറച്ചു വെച്ചിട്ടില്ല. ഇന്നലെ സോന അത് പറഞ്ഞപ്പോ ഞാൻ അവളുടെ മുമ്പിൽ ആകെ ചെറുതായ പോലെ. ഇനി അങ്ങനെ ഒന്നും തോന്നല്ലേന്ന് മാത്രമാ ഇപ്പൊ എന്റെ പ്രാർത്ഥന. വർഷ, ദയവ് ചെയ്ത് സോന ഇത് അറിയരുത് ഒരിക്കലും. പ്ലീസ്, വർഷ പറയരുത്. പ്രോമിസ്. സുഹൃത്തുക്കളെ, ഒരധ്യയന വർഷം കൂടി വിട പറയുകയാണ്. കുറച്ചു കാലം, വളരെ കുറച്ചു കാലം നമ്മളിവിടെ ഒത്തുകൂടി. ഒരുപാട് ഇണക്കങ്ങളും പിണക്കങ്ങളും നമ്മുടെ കലാലയ ജീവിതത്തിലുണ്ടായി. ഒരു ജന്മം മുഴുവൻ ഓർത്തു വയ്ക്കാൻ വേണ്ട മധുരിക്കുന്നതും നൊമ്പരപ്പെടുത്തുന്നതുമായ അനുഭവങ്ങൾ കൊണ്ട് സമ്പന്നമായ ചില വർഷങ്ങൾ. ഓർക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് തമാശകളും. പക്ഷെ ആ കൂട്ടത്തിലൊരു റൊമാൻസ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നല്ല. ഹായ്, ക്യാമ്പസ് റൊമാൻസിന് എന്നെ കിട്ടില്ല എന്ന് വീമ്പ് പറഞ്ഞിട്ട് എന്തായെന്ന് ചോദിച്ചു ഫ്രണ്ട്സിന്റെ കളിയാക്കലും. എന്നാലൊരു രസമുണ്ടല്ലേ? ഏതായാലും വീട്ടുകാർക്ക് കൂടി താല്പര്യമായ സ്ഥിതിക്ക് ഇനി അധികം കാലം കാത്തിരിക്കാതെ എല്ലാം ഒന്ന് ഫാസ്റ്റ് ആക്കിക്കൂടെ? അടുത്ത് തന്നെ മമ്മിയും ഡാഡിയും വരുന്നുണ്ട് സ്റ്റേറ്റ്സിൽ നിന്ന്. വന്നാൽ ഉടൻ ഒഫീഷ്യലായി പെണ്ണ് വയ്ക്കാൻ അവരെത്തും തൻ്റെ വീട്ടിൽ. കുട്ടിക്കാലം തൊട്ടേ എൻ്റെ യോഗ. ആശിക്കേണ്ടതല്ല കിട്ടുക, ആശിക്കാത്തത് പലതും ആവശ്യത്തിൽ കൂടുതൽ കിട്ടുകയും ചെയ്യും. പണ്ടൊക്കെ ഡൽഹി പോയി ഡാഡിയുടെ കൂടെ നിൽക്കാൻ കൊതിച്ചിട്ടുണ്ട്. അന്നൊന്നും മമ്മി വിട്ടിട്ടില്ല. ഇതിപ്പോ എക്സാം കഴിഞ്ഞ് ഡാഡിയുടെ കൂടെ സ്ഥിരമായി നിൽക്കാന്നായപ്പോ ഒരു താല്പര്യമില്ലായ്മ. ഡാഡിയുടെ ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. എന്തൊക്കെയോ എന്നേക്കുമായി നഷ്ടപ്പെടാന്നൊരു തോന്നൽ. ഒക്കെ ഇനി കുറെ ഓർമ്മകള് അല്ലേ അബേ? കൊടുക്കുന്ന ഒന്നും ആരും എനിക്ക് തിരിച്ചു തരാറില്ലല്ലോ. അതുകൊണ്ടല്ലേ എല്ലാവരും എന്നെ വേൾഡ് ബാങ്ക് എന്ന് വിളിക്കുന്നത്. ഇതിലെന്തെങ്കിലും ഒരു വരി ഒന്ന് എഴുതുവോ? Forgive me for all the pains that I gave you, baby. എടാ മാത്തുക്കുട്ടി, ഈ വെള്ളവും കായലും ഒക്കെ കാണാനെങ്കിലും നീ എല്ലാ വർഷവും നാട്ടിലോട്ട് വാടാ. നാട്ടുകാരെക്കാളും കൂടുതൽ വിദേശികളായി ഇവിടെ ഇപ്പം. കണ്ടില്ലേ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ അവരെ പറ്റിക്കാൻ.
അതിനെന്തോ മുദ്രാവാക്യം ഇവിടെ ഉള്ളവർ പറയുമല്ലോ. എന്തുവാടാ കുഞ്ഞോനത്? ഗോഡ്സ് ഓൺ കൺട്രി. ആ അത് തന്നെ. ദൈവത്തിന്റെ സ്വർഗരാജ്യം ഇപ്പൊ ഇവിടെ വന്നല്ല. കഴിഞ്ഞ വർഷവും വരാമെന്ന് പറഞ്ഞിട്ട് നീ വന്നില്ല. അവിടുത്തെ ഓരോ തിരക്കുകൾ കഴിഞ്ഞിട്ട് വരാനൊക്കെ ഉണ്ട് എന്റെ അമ്മച്ചി. ഇപ്പോതേ ഇവളും കൂടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ ഇങ്ങനെ. ഇനി പ്രകാശം കൂടി അങ്ങോട്ട് വന്നാലേ ഒന്ന് ശ്വാസം വിടാനുള്ള ഒഴിവ് കിട്ടൂ. എക്സാം കഴിഞ്ഞ സ്ഥിതിക്ക് അവനും നമ്മുടെ കൂടെ തന്നെ പോരാ. അതെ. എന്തോന്നതെ? കല്യാണം കഴിച്ചവൻ ഇവിടെ തന്നെ കൂടാൻ പോവാ എന്നോടൊപ്പം. അത് ഞങ്ങള് തീരുമാനിച്ചതാ. ഇല്ലയോടാ കുഞ്ഞോനെ? കൊച്ചിനെ ഞാൻ കണ്ടതാ. നല്ല കൊച്ച്. കുഞ്ഞോനുമായിട്ട് നല്ല ചേർച്ചയാ. പിന്നെ വീട്ടുകാർ മോശമൊന്നുമല്ല. ഡൽഹിയിലെ നമ്മുടെ ജോണിയുടെ ഭാര്യയുടെ ചാർച്ചക്കാരാടാ. എങ്കിൽ പിന്നെ ഞങ്ങൾ വരുമ്പോഴേക്കും അമ്മച്ചിക്ക് അങ്ങ് നിശ്ചയിച്ചൂടായിരുന്നു. അത് കൊള്ളാം. നീയും സാറേയും കൂടെ ചെന്ന് കാണാതെ എങ്ങനെയാ? എന്നാ പോകണ്ടെന്ന് വെച്ചാൽ അമ്മച്ചി പറഞ്ഞു. 2 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ചേട്ടന്റെ മോനെടുത്തും പഠിക്കാനെന്നും പറഞ്ഞ് പോയതാ. 2 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കൂടെ ഒരു മദാമ്മ, ഒപ്പം ഒരു കൊച്ചും. ആ പെണ്ണോ അവന്റെ 2 ഇരട്ടി. ദേ ഇത്രേ ഉണ്ട്. അന്ന് തീർച്ചപ്പെടുത്തിയതാ ഞാൻ കുഞ്ഞോന്റെ കാര്യത്തിൽ ഇങ്ങനെ സംഭവിക്കരുതെന്ന്. ഇതിപ്പം ഭാഗ്യത്തിന് മനപ്പൊരുത്തം പോലെ ഒത്തുവന്നെന്നും വെച്ചോ. എല്ലാവർക്കും തൃപ്തിയായ നിലയ്ക്ക് നമുക്ക് തീയതിയൊക്കെ നിശ്ചയിക്കരുത്. അതിനി വേറൊരു ചടങ്ങ് വേണോ? വേണ്ട, പറഞ്ഞാ മതി. എപ്പോഴായാലും ഞങ്ങൾ റെഡി. 1 മാസത്തെ അവധിക്കാണ് ഞങ്ങൾ വന്നത്. ഏറിപ്പോയാൽ 1 or 2 ആഴ്ച കൂടെ നിൽക്കാം. ഇതിനുള്ളിൽ കല്യാണവും വിരുന്നും ഒക്കെ കഴിഞ്ഞാ സോനയും കൊണ്ടുപോവാം ഞങ്ങളോടൊപ്പം. സോനയ്ക്ക് പാസ്പോർട്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ? വിസയുടെ കാര്യത്തിൽ വലിയ പ്രയാസം വരില്ല. പ്രകാശിന് ഗ്രീൻ കാർഡുള്ള സ്ഥിതിക്ക് കല്യാണം കഴിഞ്ഞ് 4-5 ദിവസത്തിനകം ശരിയാക്കാവുന്നേ ഉള്ളൂ. അല്ല, പെട്ടെന്ന് ഇവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞ ഞാനും പറഞ്ഞതാ അത്. കുഞ്ഞോ വേണമെങ്കിൽ പൊക്കോട്ടെ, മോൾ എന്റെ കൂടെ കുറച്ചു നാള് പുളിങ്കുന്നിലൊക്കെ നിന്ന്. അത് പറഞ്ഞിട്ട് അപ്പനും മോനും ആ വഴിക്ക് എടുക്കണ്ടേ? അതിപ്പോ അമ്മച്ചിയുടെ സമ്മതം നോക്കിയാൽ ശരിയാവില്ല. എന്റെ തിരക്കും ബിസിനസ്സും ഒക്കെ ഞാൻ പറഞ്ഞതാണല്ലോ. പ്രകാശും കൂടി അങ്ങോട്ട് വന്നാലേ ശരിയാവൂ. പുതുമോടിയാവുമ്പോ പെണ്ണിനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ ഇവനും കാണും പ്രയാസം. ഇപ്പോഴത്തെ പിള്ളേരല്ലേ. അതുകൊണ്ട് മിസ്റ്റർ ജോബും നിങ്ങളെല്ലാവരും ഒരു ഫേവർ ചെയ്തു. ഒക്കെ എത്ര പെട്ടെന്ന് അല്ലേടാ? നീ എന്താ ആലോചിക്കുന്നത്? ഞാൻ പോവൂലടാ നിന്നെ വിട്ട്. ഇവിടെ ഒക്കെ വിട്ട്, പപ്പയും മമ്മിയും സണ്ണിച്ചാനും ബേബാൻഡിയും ഒക്കെ വിട്ട്. ഞാൻ എന്താ അത് ഓർക്കാഞ്ഞത്? എല്ലാം എല്ലാ കാലത്തും ഒരേമാതിരി ആവില്ലല്ലോ. പോകേണ്ട സമയമാകുമ്പോൾ പോകണം, പിരിയേണ്ട സമയമാകുമ്പോൾ പിരിയണം. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? കല്യാണം കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. പോണം, എവിടേക്കായാലും പോകണം, എത്ര ദൂരത്തേക്കായാലും പോകണം. പിന്നെ നിനക്ക് നിൻ്റേതായ ലോകം, നിൻ്റേത് മാത്രമേ 100 കൂട്ടം കാര്യങ്ങൾ. അതിനിടയ്ക്ക് വല്ലപ്പോഴും ഒരു കത്ത്, അല്ലെങ്കിൽ ഫോൺ കോൾ, ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ്, ഒരു ന്യൂ ഇയർ കാർഡ്. പിന്നെ ചിലപ്പോൾ തിരക്കിനിടയിൽ അത് മറക്കും. എല്ലാ ഫ്രണ്ട്ഷിപ്പും ഒടുവിൽ അവിടെ ചെന്നാടെ എത്തുക. അത് നിന്റെ കുറ്റമല്ല, ആരുടെയും കുറ്റമല്ല. ട്രൂത്ത്, ദ റിയൽ ട്രൂത്ത്. ഇല്ല, എനിക്കത് ഓർക്കാനേ പറ്റുന്നില്ല. പറ്റൂടാ എനിക്ക്? നിനക്ക് പറ്റുമോ? അന്ന് യൂണിവേഴ്സിന് പോയപ്പോ ആ ഒരാഴ്ച എന്ത് വീർപ്പുമുട്ടലായിരുന്നു ഇല്ലേ? ഇതിപ്പോ പോയ പിന്നെ എന്താണെന്ന് പോലും അറിയാതെ. ഒരുപക്ഷെ 2-3 കൊല്ലം കഴിഞ്ഞ് ആ അമ്മാമ്മ പറഞ്ഞ പോലെ ഒക്കത്തൊരു കൊച്ചു കുറുമ്പനൊക്കെയായി തടിച്ചു വീർത്ത് മുടിയൊക്കെ ബോബ് ചെയ്ത് 4-5 വലിയ സൂട്ട് കേസുകളുമായി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നീ വന്നിറങ്ങും. അപ്പോൾ സമയമുണ്ടെങ്കിൽ റിസീവ് ചെയ്യാൻ ഞാൻ വരും. നിനക്ക് തമാശ. ഇപ്പൊ ഓർക്കുമ്പോ ഒന്നും വേണ്ടായിരുന്നു തോന്നുക. ഈ പ്രേമവും ഈ കല്യാണവും ഒന്നും. അല്ലെങ്കിൽ പ്രകാശ് എന്നെ പ്രേമിക്കാൻ തോന്നിയ നേരത്ത് നിനക്കെന്നെ പ്രേമിച്ചൂടായിരുന്നോ? എന്നിട്ട് നിനക്കെന്നെ കല്യാണം കഴിച്ചൂടായിരുന്നോ? എങ്കിൽ പിന്നെ ഒരിക്കലും പിരിയേണ്ടി വരില്ലായിരുന്നല്ലോ നമുക്ക്. അതും തോന്നിയില്ല ഈ മരമാക്രിക്ക്. എന്താടാ?
അറിയാതെ